സ്റ്റോക്ക് മാർക്കറ്റ് ഇക്വിറ്റി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഓരോ സ്റ്റോക്കിനും ഒരു പ്രൈസ് ബാൻഡിലാണ് അത് പോവുക. അതിനെ നമ്മൾ പറയുക സർക്യൂട്ട് ലിമിറ്റ് എന്നാണ്. അതായത് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് ഒരു ദിവസം എത്ര പെർസെൻറ്റേജ് കൂടാം അല്ലെങ്കിൽ കുറയാം എന്നുള്ളത് സെബിയുടെ ഒരു നിയമമുണ്ട്. അതിന് ആ ശതമാനത്തിൽ കൂടുതലായിട്ട് അതിനെ മുന്നോട്ടോ താഴോട്ടോ മുകളിലോട്ടോ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്, ഒരു സ്റ്റോക്കിന് 10% ആണ് അതിൻ്റെ സർക്യൂട്ട് ലിമിറ്റ് എങ്കിൽ ഇന്നിപ്പോൾ അത് ഏതോ ഒരു പ്രൈസിൽ ഓപ്പൺ ചെയ്താലും മുകളിലോട്ട് അത് 10% വരെ മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ താഴോട്ട് 10% വരെ പോകാം. ഇനിയിപ്പോൾ മുകളിലോട്ട് നമ്മൾ പോയി 100 രൂപയുടെ സ്റ്റോക്കാണ് 10%, 110 രൂപയിലെത്തുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റോക്കിനും ഓരോ സർക്യൂട്ട് ലിമിറ്റ് കേട്ടോ. 10 ഉണ്ട്, 15 ഉണ്ട്, 20 വരെയാണ് മാക്സിമം ഉണ്ടാവുക. അതായത് 20% വരെ. താഴോട്ട് വന്നു കഴിഞ്ഞാൽ 5% സർക്യൂട്ട് ലിമിറ്റുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 5%, 10, 15, 20 വരെ പരമാവധി സർക്യൂട്ട് ലിമിറ്റുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് 100 രൂപയുള്ളത്, അതിന് 10% അതിൻ്റെ സർക്യൂട്ട് ലിമിറ്റെങ്കിൽ നമുക്കത് പരമാവധി മുകളിലോട്ട് പോവുകയാണെങ്കിൽ പ്രൈസ് കൂടുകയാണെങ്കിൽ 100 രൂപയിൽ നമ്മളിപ്പോൾ എൻട്രി എടുത്താൽ, അല്ലെങ്കിൽ 100 രൂപയിൽ ഇന്ന് ആ സ്റ്റോക്ക് ട്രേഡിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ പരമാവധി അതിന് പോകാൻ പറ്റുന്ന റേഞ്ച് 110 രൂപയായിരിക്കും. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സർക്യൂട്ട് ലിമിറ്റ് കേട്ടോ. കാരണം ഒട്ടനവധി ആൾക്കാർക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഇവിടെ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 100 രൂപയുടെ ഒരു സ്റ്റോക്ക്, അതിന് പരമാവധി അതിൻ്റെ സർക്യൂട്ട് ലിമിറ്റ് 10% എന്ന് കരുതുക. അപ്പോൾ മുകളിലോട്ട് പ്രൈസ് കൂടുകയാണെങ്കിൽ എത്ര രൂപ വരെ കൂടാം? 10 രൂപ കൂടാം. അപ്പോൾ മാക്സിമം പ്രൈസ് 110 രൂപ വരെ അത് പോകാം. അപ്പോൾ 110 എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്ചേഞ്ചിൽ ആ സ്റ്റോക്കിൻ്റെ ട്രേഡിങ് അവസാനിക്കും, അല്ലെങ്കിൽ അതിന് പിന്നെ ട്രേഡ് ചെയ്യാൻ എക്സ്ചേഞ്ച് സമ്മതിക്കില്ല. നമ്മുടെ ബ്രോക്കറിൻ്റെ അതിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ആവില്ല. എന്തുകൊണ്ടാണ് ഈ അപ്പർ സർക്യൂട്ട് ലിമിറ്റ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഹർഷത് മേത്തയുടെയൊക്കെ പണ്ടത്തെ കേസുകൾ അറിയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെയോ ഉടായ്പ് കാണിച്ചത്, അതിനുശേഷം വന്നിട്ടുള്ള കൃത്യമായ ഒരുപാട് നിയമോപദേശങ്ങളുണ്ട്. അതനുസരിച്ചാണ് സെബി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു സ്റ്റോക്കും ഒരാൾക്കും ഒറ്റ ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പൈസയുള്ള ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ആർക്കും അറിയാതെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഒന്നിച്ച് ഉള്ളിലൂടെ ഒരു ടീമായി വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ലിമിറ്റില്ലാതെയാണ് പ്രൈസ് കൂടുന്നതെങ്കിൽ 100 രൂപയുടെ സ്റ്റോക്ക് ഇപ്പോൾ ഒരുപാട് പേര്, ഒരു 10-20,000 പേരുടെ ഒരു ടീം കോടികൾ കൊണ്ടുവന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരു 10-15 മിനിറ്റ് 120, 130 എന്നൊക്കെ ആയിട്ട് പ്രൈസ് ഇങ്ങനെ കയറി അങ്ങ് പോകും. അപ്പോൾ 100 രൂപയുള്ള സ്റ്റോക്കിന് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 500 രൂപയൊക്കെ പ്രൈസ് എത്തിക്കാൻ പറ്റും. അങ്ങനെ എന്തിനാ എത്തിക്കുന്നത്? അതിനകത്ത് ഇവർക്ക് വലിയ കളികൾ കളിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് കുറേ മുകളിലെത്തി എല്ലാവരും അതിനകത്ത് കാശിട്ട് തുടങ്ങുമ്പോൾ ഹർഷത് മേത്ത ചെയ്ത പോലെ ഒറ്റയടിക്കുക സ്റ്റോക്ക് അങ്ങോട്ട് അയാളുടെ കാശ് പിൻവലിക്കുക, അല്ലെങ്കിൽ ഈ ഭീമന്മാരുടെ കാശ് ഒറ്റയടിക്ക് വലിക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇടിഞ്ഞ് നമ്മൾക്കൊക്കെ നഷ്ടം വരും. അപ്പോൾ ഇങ്ങനെ ഒരു റീറ്റെയിലേഴ്സിന് ചെറുകിട ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറുകിട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെബി ഒരു സർക്യൂട്ട് ലിമിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പരമാവധി 20% വരെ ഏത് സ്റ്റോക്ക് അതിന് ഓരോ സ്റ്റോക്കിനും ആ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 5% മറ്റേതിൻ്റെ 10% അങ്ങനെ 5, 15, 20 ഓരോ സ്റ്റോക്കിനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ അപ്പർ സർക്യൂട്ട് എന്ന് പറയും, മുകളിലോട്ട് പ്രൈസ് കൂടിയിട്ട് അതിൻ്റെ 10% അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ റേഞ്ച്, ആ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് പിന്നെ മാർക്കറ്റിൽ പറയുന്ന പേരാണ് അപ്പർ സർക്യൂട്ട് അടിച്ചു എന്ന് പറയും. നമ്മൾ UC അടിച്ചു എന്ന് പറയും. അപ്പർ സർക്യൂട്ടിൻ്റെ ഷോർട്ട് ഫോമായിട്ട് UC അടിച്ചു എന്ന് പറയും. UC അടിച്ചാൽ എന്താ സംഭവിക്കുക? UC അടിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ടിലേക്ക് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അപ്പർ സർക്യൂട്ടിൽ എത്തുന്നത് എങ്ങനെയാണ്? അവിടെ ആരും തന്നെ വിൽക്കാനില്ല, സ്റ്റോക്ക് ആരും വിൽക്കുന്നില്ല, പക്ഷെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക, സ്റ്റോക്കിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും. കാരണം കൊടുക്കാൻ ആരുമില്ല. നമ്മുടെ കയ്യിലൊക്കെ പേനയുണ്ട്, നമ്മൾ വിൽക്കുന്നില്ല, പക്ഷേ ഒരാൾക്ക് പേന വേണം, അയാൾ എത്ര രൂപ കൊടുക്കാനും തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 5 രൂപ ഉണ്ടായേണ്ട പേന പിന്നെ അത് 6 ആവും, 7 ആവും, 8 ആവും, പക്ഷെ എന്നാലും ആരും കൊടുക്കാനില്ല. അപ്പോൾ പ്രൈസ് അങ്ങനെ 10 രൂപ എത്തുമ്പോൾ നമ്മുടെ വിൽക്കുന്ന ആൾ പറയും, ഇത് ഒരുപാട് പ്രൈസായി, അവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ, നിങ്ങൾ കച്ചവടം നിർത്തിക്കോളൂ എന്ന് പറയുമ്പോൾ പ്രൈസ് 10 രൂപയായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. അതേപോലെ തന്നെയാണ് സ്റ്റോക്കിൻ്റെത്. ആൾക്കാരിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, പക്ഷെ ഒരാളും വിൽക്കുന്നില്ല. വിൽക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്ചേഞ്ചിൽ ഈ ഒരു സ്റ്റോക്കിന് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറയുമ്പോൾ വില കൂടും.
ആ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇതിൻ്റെ വില അങ്ങ് കൂടും. വില കൂടുമ്പോൾ അത് എക്സ്ചേഞ്ച് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 15% പരമാവധി ഇന്നുള്ള ചില സ്റ്റോക്കുകൾക്ക് 20% അപ്പർ സർക്യൂട്ട്, അതായത് സർക്യൂട്ട് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ 20%ഒക്കെ കയറി 100 രൂപയുള്ള സ്റ്റോക്കിന് 20% സർക്യൂട്ട് ലിമിറ്റെങ്കിൽ 120 രൂപയിലെത്തി അതവിടെ അപ്പോഴത്തേനും എക്സ്ചേഞ്ച് അതിൻ്റെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യും. അത് പിന്നെ വിൽക്കാനോ വാങ്ങാൻ അപ്പർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല. അതേപോലെ ലോവർ സർക്യൂട്ട് ഉണ്ട്. താഴോട്ട് പ്രൈസ് ഡി ആണെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിശ്ചിത ശതമാനത്തിൽ താഴോട്ട് പോകാൻ പറ്റില്ല. ആ ശതമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രേഡിങ് എക്സ്ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ലോവർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൽക്കാൻ പറ്റില്ല. ലോവർ സർക്യൂട്ട് പ്രൈസ് ഒരുപാട് പേര് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, വാങ്ങാൻ ആരുമില്ല. അപ്പോൾ പ്രൈസ് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയും. ആ രീതി വെച്ചിട്ട് ഇത് ഒരുപാട് പേര് വിൽക്കാൻ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞ് 10 രൂപയ്ക്ക് ഞാൻ തരാമെന്ന്, രണ്ടാമത്തെ 9 പറഞ്ഞു, 8 പറഞ്ഞു, 7 പറഞ്ഞു, ആരും വാങ്ങിക്കാനില്ല. അങ്ങനെ അത് കുറഞ്ഞു പറഞ്ഞപ്പോൾ എക്സ്ചേഞ്ച് പറഞ്ഞു ഇതിൻ്റെ ലിമിറ്റായി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിർത്തിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്റ്റോക്കിൻ്റെ അപ്പർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ ആൾക്കാരുണ്ട്, പക്ഷേ വിൽക്കാൻ ആൾക്കാരില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്കവിടെ സാധനം വാങ്ങിക്കാൻ കിട്ടില്ല. അതുപോലെ ലോവർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് വിൽക്കാൻ സാധിക്കില്ല. ഇത് എപ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്? ഏത് സമയത്തായാലും ഒരു സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് അന്നേ ദിവസം വിൽക്കാൻ സാധിക്കില്ല. അതേപോലെ അപ്പർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അന്നേ ദിവസം നമുക്ക് വാങ്ങിക്കാനും കിട്ടില്ല. സാധനം ഉണ്ടാവില്ല, സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അപ്പർ സർക്യൂട്ടിൽ എത്തുന്നത്. പിന്നെ ഇത് ചില സമയങ്ങളിൽ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉള്ള സ്റ്റോക്കുകളുണ്ട്. ഓക്കെ, അത് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമ്മൾ പുറകെ ഓപ്ഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്റ്റോക്കുകളുണ്ട്. അത്തരം സ്റ്റോക്കുകൾക്ക് ഈ അപ്പർ സർക്യൂട്ട് ലിമിറ്റ് വരും, പക്ഷേ അതൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് റീസെറ്റ് ആവുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട് നമ്മുടെ ട്രേഡിംഗ് ടെർമിനൽ. ചിലപ്പോൾ അത് മിക്കവാറും സ്റ്റോക്കുകളൊക്കെ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് വീണ്ടും അതിൻ്റെ സർക്യൂട്ട് റീസെറ്റായി എന്ന് നമുക്കിങ്ങനെ പറയുന്നേക്കാം. നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും. അതിൻ്റെ അപ്പർ സർക്യൂട്ട് റീസെറ്റായിട്ടുണ്ട്, വാങ്ങിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അപ്പർ സർക്യൂട്ട് അടിച്ചതും ലോവർ സർക്യൂട്ട് അടിച്ചതും രണ്ടും പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ്. ഇത് അപ്പർ സർക്യൂട്ട് അടിച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, അത് വലിയ കുഴപ്പമില്ലാത്ത കേസാണ്. പക്ഷേ ലോവർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വിൽക്കാൻ പറ്റില്ല. ഇനി ഇതിലെവിടെയാണ് അപകടം പതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് ഇന്ന് നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റോക്കാണ്, 10 രൂപ വിലയുള്ളൂ, പക്ഷേ ഭയങ്കരമായിട്ട് വില കൂടുന്നുണ്ടു. നമ്മൾ പെട്ടെന്ന് അത് വാങ്ങിച്ചു. ആ സ്റ്റോക്ക് 10 രൂപക്ക് വാങ്ങിച്ചു. അന്നേ ദിവസം തന്നെ അതിൻ്റെ 20% ആണ് അതിൻ്റെ സർക്യൂട്ട് ലിമിറ്റ് എന്ന് വരിക. അപ്പോൾ 12 രൂപയായിട്ട് അപ്പർ സർക്യൂട്ട് അടിച്ചു. നമ്മൾ ഭയങ്കര ഹാപ്പിയായി, 2 രൂപ ഇന്ന് പ്രോഫിറ്റ് ഉണ്ട്. പിറ്റേന്നും അത് അങ്ങനെ 2 രൂപയൊക്കെ 3ഉം 4ഉം കൂടി അതിൻ്റെ ഓരോ ദിവസം. അതായത് ഈ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഒരേ പ്രൈസ് റേഞ്ച് ആയിരിക്കില്ല, ശതമാനം കറക്റ്റ് ആയിരിക്കും, പ്രൈസ് റേഞ്ച് സെയിം ആയിരിക്കില്ല കേട്ടോ. അതായത് ഇന്നിപ്പോൾ 10 രൂപയാണ്, 20% ആണെങ്കിൽ 10 രൂപയുടെ 20% എത്രയാണ്? 12 രൂപയാണ്. നാളെ അത് 12 രൂപയിലാണ് ഓപ്പൺ ആവുന്നത്. അതിൻ്റെ അപ്പർ സർക്യൂട്ട് 20% എന്ന് പറഞ്ഞാൽ 12 × 2, അപ്പം 2 രൂപ 40 പൈസയാണ്. അപ്പോൾ 14 രൂപ 40 പൈസ ആയിരിക്കും അതിൻ്റെ അപ്പർ സർക്യൂട്ട്. നെക്സ്റ്റ് ഡേ എത്രയായിരിക്കും? 14 × 14 + 140 280 ആയിരിക്കും. 14ഉം 15 20ഉം 17 20 ആയിരിക്കും അതിൻ്റെ അപ്പർ സർക്യൂട്ട്. അങ്ങനെ ഈ പ്രൈസിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ശതമാനം കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യും. അതേപോലെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓപ്പൺ ചെയ്യുന്ന അവിടെ നിന്ന് തൊട്ടാണ് ഈ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഈ സർക്യൂട്ട് ലിമിറ്റ് ആരംഭിക്കുന്നത്. ഇപ്പം 10 രൂപയിലാണ് ഒരു സ്റ്റോക്കിന് 10 രൂപയുള്ളത്, ഇന്ന് അത് 8 രൂപയിലാണ് അതിൻ്റെ ട്രേഡിംഗ് ആരംഭിച്ചതെങ്കിൽ 8 രൂപ 20% ആണ് ലിമിറ്റെങ്കിൽ അതിൻ്റെ 1 രൂപ 60 പൈസ, അതപ്പോൾ 9.60 അതിൻ്റെ അപ്പർ സർക്യൂട്ട് ആവും. അതേപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 6 രൂപ 40 പൈസയിൽ അതിൻ്റെ ലോവർ സർക്യൂട്ടും ആവും. ക്ലിയർ അല്ലേ അത്? അപ്പോൾ ഇതിൻ്റെ ട്രാപ്പിലേക്കാണ് ഞാൻ പറയാൻ വന്നത്. ട്രാപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് 10 രൂപക്ക് വാങ്ങിച്ചു, 2 രൂപ അപ്പർ സർക്യൂട്ട് അടിച്ചു, പിറ്റേന്ന് വന്നപ്പോൾ വീണ്ടും അതേപോലെ തന്നെ 2 രൂപ 40 പൈസ അടിച്ചു. അങ്ങനെ അത് കയറി അങ്ങ് പോയി. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി, നമ്മൾ സ്റ്റോക്ക് വിറ്റേയില്ല, വിൽക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു, നമ്മൾ വിറ്റില്ല. അങ്ങനെ ഇതൊരു 10 രൂപയുടെ സ്റ്റോക്കിന് ഒരു 50 രൂപ എത്തിയെന്ന് കരുതുക. നമ്മൾ ഭയങ്കര ഹാപ്പിയായി, നാളെ എന്തായാലും വിൽക്കണം എന്നൊരു തീരുമാനത്തിൽ നമ്മൾ കിടന്നിറങ്ങി. രാവിലെ എണീച്ചിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ആ സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് അടിച്ചിരിക്കുന്നത്, LC അടിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രൈസ് 50 രൂപയുടെ അതിൻ്റെ 20%, അപ്പം 10 രൂപ 40 രൂപയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അതിനകത്ത് ട്രേഡിങ് ഇനി ചെയ്യാൻ പറ്റില്ല, അതായത് സെല്ല് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ എന്താ ചെയ്യുക, ലോവർ സർക്യൂട്ട് അടിച്ചാൽ സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കരുതും ഓക്കെ നാളേക്ക് ഇത് വീണ്ടും അപ്പർ സർക്യൂട്ട് അടിക്കുമല്ലോ, അപ്പോൾ നമുക്ക് വിൽക്കാമെന്ന്. നെക്സ്റ്റ് ഡേ വരുമ്പോൾ വീണ്ടും അത് ലോവർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടാകും. അത് ലോവർ സർക്യൂട്ട് അടിച്ചടിച്ച് മിക്കവാറും നമ്മൾ ദിവസം അതിന് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ വിൽപ്പന സാധ്യമാവില്ല. കാരണം എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ അത് ലോവർ സർക്യൂട്ട് അടിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവസാനം നമ്മൾ കൊടുത്ത 10 രൂപയായിരുന്നു ആദ്യം കൊടുത്തത്, അതും കഴിഞ്ഞ് ചിലപ്പോൾ 1 രൂപയിലോ 50 പൈസയിലോ ആയിരിക്കും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയി നിൽക്കുക. ഇങ്ങനെ ഒരു ഗെയിം നമ്മുടെ ഈ മാർക്കറ്റിൽ വല്ലാതെ നടക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ അത് ചർച്ച ചെയ്യാം, ഏതൊക്കെ സ്റ്റോക്കാണ് ഇങ്ങനെ കളി നടക്കുന്നുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സർക്യൂട്ട് ലിമിറ്റ് ഓക്കെ അല്ലേ, അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം, ചോദിക്കാതിരിക്കരുത്. ഓക്കെ, വാട്സപ്പ് നമ്പറൊക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം.